ഹലോ നമസ്കാരം. നമുക്കിന്ന് ഒരു ജാം ഉണ്ടാക്കിയാലോ? ഈ സീസണിൽ നമുക്ക് നല്ല ഓറഞ്ച് കിട്ടുന്ന ഒരു സമയമാണ്. ഈ തണുപ്പ് കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നല്ല ഓറഞ്ച് മേടിച്ച് ഇതുപോലെ ജാം ആക്കി വെക്കാം. എങ്ങനെയാണ് ഈ ജാം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതും യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവുകളോ കളറോ ഒന്നും തന്നെ ചേർക്കാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഒരു വർഷത്തോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജാമാണ് ഇത്. ഞാൻ ഒരു 20 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് സീസൺ ആയത് കാരണം നമുക്ക് ഒരുപാട് ഓറഞ്ച് ഈസിലി കിട്ടും. അപ്പോൾ സീസൺ അല്ലാത്ത സമയത്താണ് നിങ്ങളിത് ഉണ്ടാക്കുന്നതെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ്. അതിന് 5 ഓറഞ്ച് എടുക്കാം. 5 ഓറഞ്ചിന് 2 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് ആവശ്യം. 20 ഓറഞ്ച് ഞാൻ എടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ 8 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ കുറച്ച് ലെമൺ ജ്യൂസും വെള്ളവും ആവശ്യമാണ്. ഇത്രയും 4 ഇൻഗ്രീഡിയൻസ് ആണ് ഈ ജാം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഈ ഓറഞ്ചിൻ്റെ വിത്തൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ ജ്യൂസ് പുറത്തേക്ക് എടുക്കണം. അതിനായിട്ട് നമുക്ക് ജ്യൂസർ ഉപയോഗിക്കാം. ഇപ്പോൾ 20 ഓറഞ്ചിൽ നിന്നും എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം 1 ലിറ്റർ ജ്യൂസാണ്. ഫ്രഷായിട്ട് വെള്ളം ചേർക്കാതെ എടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസ്. നമ്മൾ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷുഗർ സിറപ്പ് റെഡിയാക്കുകയാണ്. അതിനായിട്ട് 1 ലിറ്റർ വെള്ളം അടുപ്പത്ത് വയ്ക്കുക. വലിയൊരു പാത്രത്തിൽ തന്നെ വയ്ക്കുക. അതിലേക്ക് 8 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇത് 1.5 കിലോ ജാം ഉണ്ടാക്കാനുള്ള അളവാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഇത്രയും പഞ്ചസാര ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജാമിന് ചേർക്കേണ്ട അളവ് ഇതാണ്. ഇത്രയും ചേർക്കണം നമ്മൾ 20 ഓറഞ്ചിന്. വെള്ളവും പഞ്ചസാരയും ഓറഞ്ച് ജ്യൂസും നമ്മൾ ചേർത്തൊന്ന് ഇളക്കി വെച്ചു. അതിനൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർക്കുക. ഇത് പഞ്ചസാര കട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ്. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. 20 മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കത് കുറുകി വരുന്നതായിട്ട് കാണാം. നമുക്കിത് മൊത്തത്തിൽ ഒരു 45 മിനിറ്റോളം തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിനനുസരിച്ച് ചിലപ്പോൾ കുറവോ കൂടുതലോ സമയം എടുത്തെന്നിരിക്കും. നല്ല കട്ടിയായിട്ടുള്ള പരുവത്തിലേക്ക് എത്തുന്നവരെ നിങ്ങൾ തിളപ്പിക്കുക. ഇത് പാകമായെന്ന് അറിയാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കുക. അപ്പോൾ ഇത് ഒഴുകി പോകാത്ത രീതിയിൽ കട്ടിയായിട്ടിരിക്കുവാണെങ്കിൽ അത് റെഡിയായെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കിനി ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഗ്ലാസ് ബോട്ടിലുകൾ ഉപയോഗിക്കാം. നന്നായിട്ട് കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഗ്ലാസ് ബോട്ടിലേക്ക് നമ്മൾ ചൂടോടുകൂടി തന്നെ ഈ ജാം ഒഴിച്ച് വെക്കേണ്ടതാണ്. അത് ആ ബോട്ടിലിരുന്ന് തന്നെ തണുത്ത് സെറ്റാവുകയാണ് ചെയ്യുന്നത്. തണുത്ത ശേഷം നമ്മൾ ജാം ഒഴിക്കാൻ നോക്കുകയാണെങ്കിൽ കട്ടിയായിട്ടുണ്ടാവും. നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഗ്ലാസ് ബോട്ടിലുകളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 1.5 കിലോ ജാമാണ് ഈ അളവിൽ നിന്നും. ഇത് നമുക്ക് ബ്രെഡിനൊപ്പം സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് റോളായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ദോശയുടെ കൂടെയും കഴിക്കാം. നമുക്ക് എങ്ങനെ ഇഷ്ടമാണോ അങ്ങനെ കഴിക്കാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളിത് ഉപയോഗിക്കുക. ഇത് നനവില്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ജാം ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ നനവ് തട്ടിക്കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും, ഫംഗസ് പിടിക്കും. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നമ്മളിത് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് പുറത്ത് സൂക്ഷിക്കാൻ അത്ര സേഫ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജാം റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ജാം ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ആ പ്രിസർവേറ്റീവ്സും കളറും ഒക്കെ കൂടി കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ 500 ml 3 ഗ്ലാസ് ബോട്ടിലുകളാണ് ഉപയോഗിച്ചത് ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. എനിക്ക് 1.5 കിലോ ജാമാണ് കിട്ടിയത്. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ച് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതുപയോഗിച്ച് പലതരം വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും. ജാം റോൾസ്, പിന്നെ കേക്ക്, ജാം ഫിൽഡ് കപ്പ് കേക്ക്സ്, അങ്ങനെ പലതും. നിങ്ങളെല്ലാവരും തന്നെ ഈ ജാം റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇനിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.